ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒരു ഗവൺമെൻറ് രൂപീകരണത്തിന് വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കളായ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, മുഖ്യമന്ത്രി എല്ലാവരും യോജിച്ച തീരുമാനമാണ് എടുക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി എല്ലാ ടീം UDF ആയിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായിട്ടും അദ്ദേഹം സീനിയർ നേതാവ് എന്ന നിലയ്ക്ക് മന്ത്രിസഭയിൽ ആവശ്യമാണ്. കേരളത്തിൻ്റെ പൈതൃകവും കൾച്ചറൊക്കെ അറിയുന്ന ധീരനായ നേതാവാണ് രമേശ് ചെന്നിത്തല. അല്ല, അത് പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത്. പാർട്ടി തീരുമാനം എടുത്താൽ ഉണ്ടാകും, അത്രയേ ഉള്ളൂ. അല്ല, അതറിയില്ല, ലിസ്റ്റൊക്കെ അവരല്ലേ. എന്തോ വേണ്ടോ, തീർച്ചയായിട്ടും പോസിറ്റീവ്, ഇതുവരെ പോസിറ്റീവായിട്ടാണ് പോകുന്നത്. മറ്റഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇവിടെയില്ല. അറിയില്ല, നേതാക്കളില്ല. IC ബാലകൃഷ്ണൻ ഇപ്പോൾ കൂടി ഉണ്ടല്ലോ, അവരൊക്കെ കൂടിയാണല്ലോ ചർച്ച നടത്തേണ്ടത്. ശരി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ IC ബാലകൃഷ്ണൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് തന്റെ നേതാവ് കൃത്യമായി തന്നെ ക്യാബിനറ്റിൽ ഉണ്ടാകും എന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞ നിലയിലാണ് ICയുടെ പ്രതികരണം വരുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ ആ ക്യാമ്പിൽ നിന്ന് ആരൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. IC ബാലകൃഷ്ണൻ അത് പറയുന്നില്ല. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് ആവശ്യപ്പെട്ടതുപോലെ ആഭ്യന്തരമന്ത്രി പദവി എന്നുള്ളത് അവരൊക്കെ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയ നേട്ടമായി തന്നെ കാണുന്നുണ്ട് RC ക്യാമ്പ് എന്ന് തോന്നുന്നു, അല്ലേ? അസിത, ഉറപ്പായിട്ടും. കാരണം അങ്ങനെ ഒരു പോർട്ട്ഫോളിയോ അല്ലാതെ മറ്റൊരു പോർട്ട്ഫോളിയോയിലേക്ക് രമേശ് ചെന്നിത്തല എന്ന് പറയപ്പെടുന്ന സീനിയർ മോസ്റ്റ് നേതാവിനെ എങ്ങനെ പരിഗണിക്കപ്പെടും? അത് വീണ്ടും കോൺഗ്രസിനകത്തെ മറ്റൊരു ഗ്രൂപ്പ് സമവാക്യത്തിന് വഴിവെക്കില്ലേ? കോൺഗ്രസിനകത്ത് പ്രതിസന്ധി ഉണ്ടാക്കില്ലേ? മാത്രവുമല്ല, ഈ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട ഫെയർ പ്ലേ നടത്തിയിട്ടുള്ള ഒരാളാണ് ചെന്നിത്തല എന്നുള്ള ഒരു വികാരം അത് കേവലം ചെന്നിത്തല ക്യാമ്പിൽ മാത്രമല്ല പുറത്തേക്ക് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും VD സതീശനെ മുഖ്യമന്ത്രിയാക്കുമ്പോൾ ആഭ്യന്തരം അതല്ലെങ്കിൽ ഹോം പ്രൊഫൈൽ കിട്ടണമെന്നുള്ളത് ചെന്നിത്തല ക്യാമ്പിന്റെ മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ അല്ലെങ്കിൽ കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കളുടെ ഒക്കെ ഒരു ആവശ്യമാണ്. ആ രീതിയിൽ ചെന്നിത്തല അവിടെ ഇപ്പോൾ പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് തന്നെ കാര്യം പറഞ്ഞതാണ്. ആഭ്യന്തര വകുപ്പ് എന്നുള്ള ഉറപ്പ് ചെന്നിത്തലയ്ക്ക് കൃത്യമായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ ഉറപ്പിൽ മാത്രം വഴങ്ങാൻ തയ്യാറല്ല രമേശ് ചെന്നിത്തല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തനിക്കൊപ്പമുള്ള ആളുകളെ, അതിൽ ഏറ്റവും പ്രധാനം, ഞാൻ ആവർത്തിച്ചു പറയുന്നു, അൻവർ സാദത്ത് എന്ന പ്ലേസ്മെന്റ് ആണ് ചെന്നിത്തല ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാവിലെയും നമ്മൾ അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ 4 ടേം ഒക്കെ MLA ആയിരിക്കുന്ന അൻവർ സാദത്തിന് ഏത് തരത്തിൽ അഡ്രസ് ചെയ്യാണ്ടിരിക്കാൻ കഴിയും എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത്. അതുകൊണ്ട് തന്നെ അൻവർ സാദത്തിനെ മുന്നോട്ട് വെക്കുന്നത് മറ്റേതെങ്കിലും കാരണത്താലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മാത്രമല്ല, അതിനുശേഷം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ 3 പേരുകൾ, അത് IC ബാലകൃഷ്ണൻ ആകട്ടെ, അതല്ലെങ്കിൽ ജ്യോതികുമാർ ചാമക്കാല ആകട്ടെ, TJ വിനോദ് ആകട്ടെ, അത് കൃത്യമായിട്ട് ചെന്നിത്തല ക്യാമ്പിനും ഉറപ്പുണ്ട്. അതൊരു പ്ലേസ്മെന്റ് എന്നതിനപ്പുറത്തേക്ക് അത് അൻവർ സാദത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഹുക്കിംഗ് ആണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഏതാണ്ട് ഒരു 2 മണിക്കൂറിനുള്ളിൽ തീരുമാനം പൂർണ്ണമായും അറിയാം. അസിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.